വീഡിയോയിൽ നമ്മൾ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു 3 പാകിസ്ഥാനികളെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കർണാടക സ്റ്റേറ്റാണ്. കേരളത്തിൽ ഇങ്ങനെ പാകിസ്ഥാനികളൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. ഇവർ പാകിസ്ഥാനികളാണെങ്കിലും ഇവർ ബംഗ്ലാദേശിൽ വന്നിട്ട് ഡാക്കയിൽ വെച്ചിട്ടാണ് ഇവരുടെ മാരേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് 2014 ഡൽഹിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവർ 2018 ഇവർ കർണാടകയിൽ വന്ന് താമസം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്ത് ഒരുപാട് കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കൂടുതൽ ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്യുന്ന, ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഈ പാസ്പോർട്ട് ഹോൾഡേഴ്സ്, ഇവരെയൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. കാരണം ഈ പാകിസ്ഥാനികൾ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നതും അതിന് ബംഗ്ലാദേശിനെ ഒരു മറയാക്കിക്കൊണ്ടാണ് അവർ ഈ പ്രവൃത്തിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവർ ബംഗ്ലാദേശിൽ വന്നിട്ടാണ് ഇവരുടെ കുടുംബങ്ങൾ തമ്മിൽ ഇവർ മീറ്റ് ചെയ്യുന്നത്, ഇവർ മീറ്റപ്പ് നടത്തുന്നത്. പാകിസ്ഥാനിലുള്ള ഫാമിലി ബംഗ്ലാദേശിലേക്ക് വരും, ഇന്ത്യയിലുള്ള ഫാമിലി ബംഗ്ലാദേശിലേക്ക് പോകും. അപ്പോൾ 2 പാകിസ്ഥാനികളും കൂടെ അവിടെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ ഈ ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റിയിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിന് ഇമ്പോർട്ടൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കർണാടകയിൽ ഗവൺമെൻറ് പറയുന്നത് വെച്ചാൽ ഇതൊരു ഇൻ്റലിജൻസ് വീഴ്ചയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയെക്കുറിച്ച് അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. എന്തായാലും ബംഗ്ലാദേശിൽ ചില അപ്ഡേറ്റ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു സുപ്രീം ലീഡർ അവിടുത്തെ മൈനോറിറ്റീസിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവരുടെയും പേര് റഹ്മാനാണ്. അപ്പോൾ അതിന് റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാൾ പുള്ളി പറഞ്ഞിരിക്കുകയാണ് ഇതേപോലെ, നിങ്ങളുടെ അതായത് ഈ മൈനോറിറ്റീസിൻ്റെ അപ്പൂപ്പന്മാരും പിന്നെ അവരുടെ മൂത്ത തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പം നിങ്ങളും ഇനി ഇവിടുന്ന് കാലിയായി പോവുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ UN ഈ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസറെ പ്രൈം മിനിസ്റ്റർ മോദി ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടോ അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ് ആയിട്ടോ കാണാത്ത ഒരവസ്ഥയിൽ ഡിപ്ലോമാറ്റിക് സംസാരത്തിനുള്ളൊരു അവസരം ഒഴിവാക്കിയത് കൊണ്ടുള്ള ഒരു വൈരാഗ്യത്തിൽ പറഞ്ഞതാണെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇവരുടെ ഉള്ളിലുള്ള മാനസികാവസ്ഥ ഇത് തന്നെയാണ്. കാരണം പണ്ടൊക്കെ ഈ ബംഗ്ലാദേശിൻ്റെ ഗവൺമെൻറ് തലത്തിലുള്ള ഡിപ്ലോമാറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ ഡ്രസ്സായിട്ടുള്ള സാരി, ഇതേപോലത്തെ ഒരു വേറൊരു ശൈലിയിലാണ് അവർ സാരി ഉടുക്കുന്നത്. നമ്മുടെ അതായത് സൗത്ത് സൈഡിൽ ഡ്രസ്സ് സാരി പിന്നെ ഉടുത്തുന്ന രീതിയിലല്ല നോർത്തിൽ ഉടുത്തുന്നത്, വേറൊരു ശൈലിയിലാണ് അത് ഉടുത്തുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെയായിരുന്നു പണ്ട് കൾച്ചറലായിട്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പോകെ അതൊരു ഒരു സെൻട്രിക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റലിസത്തിലോട്ട് പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു താൽക്കാലിക ഗവൺമെൻറ് ഇലക്ഷനെ നേരിടാനിരിക്കുന്ന BNP പാർട്ടി, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന ഖാലിദ സിയയുടെ പാർട്ടിക്ക് അവിടെ ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള യാതൊരുവിധ സാധ്യതയും മുന്നൊരുക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു 1 ഇയറിലേക്ക് ഇവർ തന്നെയാണ് കൺഫേം ആയിട്ട് അവിടെ ഇലക്ഷനിൽ തുടരാൻ പോകുന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കണക്ക് ഒരു പക്വതയില്ലാത്ത ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ അവിടെ പല ആക്ഷൻ പ്ലാനുകളും പല പൊളിറ്റിക്കൽ മനോവേഴ്സും അവിടെ താറുമാറായി കിടക്കുകയാണ്. യെസ്, അവിടെ ഓൾറെഡി ഈ ട്രാൻസ്പോർട്ടേഷനും എല്ലാം നോർമൽസിയിലേക്ക് വന്നു കഴിഞ്ഞു. പഴയ ഈ ഷെയ്ഖ് ഹസീനയുടെ അനുഭാവികളായിട്ടുള്ള ജോലിക്കാരൊക്കെ അവിടെയുണ്ട്. അവരൊക്കെ തിരിച്ച് പണിയിലേക്ക് വന്നു കഴിഞ്ഞു. ഒരു ഗവൺമെൻറ് വർക്കൊക്കെ നോർമലായി തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും അവിടെയുള്ള ഒരു സിറ്റുവേഷൻ ഗവൺമെൻറ് തലത്തിലുള്ള G2G ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻ ഇന്ത്യയുമായിട്ട് ശരിയാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് യാതൊരു കാരണവശാലും ഈ ഒരു താൽക്കാലിക ഗവൺമെൻറ്റുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് നിരുപാധികം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇൻഫാക്റ്റ് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് അവിടെ നിന്ന് പുറത്തൊന്നും വന്നിട്ടില്ല. ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഒക്കെ അവിടെ തന്നെ ഉള്ളത്. അവർ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ, ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് എല്ലാം അവിടെ ഉണ്ട്. ഇന്ത്യൻ എംബസി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഖാലിദ സിയ BNP പാർട്ടിയിലുള്ള റെപ്രസെൻറ്റേറ്റീവുമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവരുടെ കൺസൾട്ടേഷനും കൂടെ ചേർന്നിട്ടാണ്. കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് തിരിച്ച് ബംഗ്ലാദേശിൽ പോയി ഇലക്ഷനിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ BNP പാർട്ടി, അതായത് ഈ ഷെയ്ഖ് ഹസീനയുടെ ഓപ്പോസിറ്റ് പാർട്ടി, ഡെമോക്രാറ്റിക് രീതിയിൽ ജനങ്ങളെ ഇലക്ഷൻ മൂലം മുഖാമുഖം ഫേസ് ചെയ്യുന്ന ആ പാർട്ടി കുറച്ച് ശക്തി ആർജിക്കണം. എന്നാൽ മാത്രമേ അവരെ ഗണ്ണിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് അവാമി ലീഗ് എന്ന പാർട്ടിയുമായിട്ട് അവിടെ പോയി മത്സരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഒരു അരാജകത്വം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം അവിടെ ഉള്ള, അതായത് അടിച്ചമർത്തലിൻ്റെ ഒരു ഭരണകൂടം അവിടെ ഇപ്പം ഉള്ള സ്ഥിതിക്ക് അവർ ടെമ്പററി ഗവൺമെൻറ്റാണ്. അവർ ഒരു രീതിയിലും ജനങ്ങളുടെ ഡെമോക്രസി രീതിയിൽ വന്ന ആൾക്കാരല്ല. അപ്പോൾ അവരുടെ മുന്നിൽ പോയി ഇലക്ഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്, ജീവന് ഭീഷണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഇന്ത്യ ഇപ്പോൾ പോകുന്നത്. കാരണം BNP ഒരു ഡെമോക്രാറ്റിക് പാർട്ടി, അതേപോലെ അവാമി ലീഗ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടി, രണ്ടും കൂടെ വരട്ടെ. രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ നേരിടാമല്ലോ. അപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചോളും ആരാണ് വരേണ്ടതെന്നുള്ളത്. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ
ഇപ്പോൾ ഇവർ ഇലക്ഷനിൽ ഈ BNP പാർട്ടി ഇലക്ഷനിൽ ഇപ്പോൾ നേരിട്ട് ഇവർ പങ്കെടുപ്പിക്കുന്നില്ല, ഇലക്ഷൻ ഇപ്പോൾ സംഘടിപ്പിക്കുന്നില്ല എന്നുള്ളതിന് അതൃപ്തി BNP പാർട്ടി ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു. കാളിദാസിയയുടെ ഏറ്റവും ഇളയ മോൻ്റെ പേരിൽ ഒരു കേസ് കിടപ്പുണ്ട്, പഴയ കേസാണ് അത്. സിംഗപ്പൂരിൽ ഓഫ് ഷോർ കമ്പനി, അതായത് ബ്ലാക്ക് മണി, അത് തന്നെ സംഭവം, 230 മില്യൺ ഡാക്ക, അതാണ് അവർ ബംഗ്ലാദേശിലെ കറൻസിയാണ് ഈ ഡാക്ക എന്ന് പറയുന്നത്. നമ്മുടെ റുപ്പി എന്ന് പറയുന്ന കണക്ക് അവർ ഡാക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര എമൗണ്ട് ഏറ്റവും ഇളയ മോൻ പിന്നെ സിംഗപ്പൂരിൽ ഓഫ് ഷോർ കമ്പനിയിൽ, അത് ഷെൽ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ് പറയുന്നത്. പുതിയൊരു ഷെൽ കമ്പനി തുടങ്ങി അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്വത്തുവകകൾ കണ്ടുകിട്ടാനും ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള കേസിലേക്ക് പോകാനുള്ള പിന്നെ ചടുലമായ നീക്കം ബംഗ്ലാദേശ് താൽക്കാലിക ഗവൺമെൻറ് നടത്തുകയാണ്. ഇത് കൂടാതെ ഒരു ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് UK ഒരു കമ്പനി, അതും ബംഗ്ലാദേശിൻ്റെ ഒരു കമ്പനിയാണ്, ബംഗ്ലാദേശിയുടെ ഒരു കമ്പനിയാണ് ഈ UK കമ്പനി. അവർ ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവരുടെ പൈസയും പിന്നെ പണ്ടങ്ങളെല്ലാം കൊണ്ടുപോയി അവരെ UK വെച്ച് അവരെ പരിപാടിയിലാക്കുകയാണ് ചെയ്തത്. അവസാനം ഈ ബംഗ്ലാദേശിൻ്റെ പിന്നെ എംബസി ഇടപെട്ടുകൊണ്ട് അവരെ പിന്നെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി തിരിച്ച് ബംഗ്ലാദേശിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഗവൺമെൻറ്റിനുണ്ടായ ചിലവുകൊണ്ട് കിബില ഹജ്ജ് ഖലീഫ സർവീസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. 2000 പേരെയാണ് അവർ ചൂസ് ചെയ്തിരുന്നത്. അറിയാലോ, ഈ ഹജ്ജിന് പോകാൻ ഭീമമായ തുകയാണ് ഈടാക്കുന്നത്, അതിന് സർവീസ് ചാർജും ഫീസുമായിട്ടൊക്കെ. അപ്പോൾ നല്ല ലക്ഷക്കണക്കിന് പൈസയാണത്. അപ്പോൾ അത്രയും പൈസ മോട്ടിച്ച കേസ് അത് പറഞ്ഞ് UK കോടതിയിൽ കിടപ്പുണ്ട്. പിന്നെ ഈ കേസിൽപ്പെട്ട 2 ആൾക്കാരെ UK അവിടുത്തെ ജൂറിസ്ഡിക്ഷൻ്റെ നിയമപ്രകാരം അവരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇവർ ഈ പൈസ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കേസ് പോയിട്ടിരിക്കുകയാണ്. ഈ പൈസ എന്ന് ഇവർ പുറകോട്ട് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കേസിൽ പെട്ട് കിടക്കുന്ന പൈസയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവർ ഈ കേസൊക്കെ മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുന്നു, പൈസ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ജനങ്ങൾക്ക് ഫേക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ശ്രമമൊക്കെ അവർ നടത്തുന്നത്. പക്ഷേ അതെന്തായാലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം ഈ UK പോയ പൈസ അതൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ പിന്നെ അറിയാമല്ലോ, ഇവിടെ വിജയ് മാല്യയൊക്കെ പോയിട്ട് എത്ര നാളായെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും ഈ വെളിയിലുള്ള വെസ്റ്റേൺ കൺട്രീസിലുള്ള അവന്മാർക്ക് വേറൊരു സ്വഭാവമാണ്. അവർ അങ്ങനെയൊന്നും തിരിച്ചൊന്നും പൈസയും സ്വത്തുക്കളൊന്നും ക്യാൻസലാക്കി ഇങ്ങോട്ട് തിരിച്ചൊന്നും കൊടുത്തയക്കത്തില്ല. ഇവിടെ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോയ സാധനം തന്നെ മോട്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു തരാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അതിലോട്ടൊന്നും ഒരു പ്രതീക്ഷയൊന്നുമില്ല. റഹ്മാൻ ചൗധരി 1.3 മില്യനാണ് അയാളുടെ പേരിലുള്ള കേസും. റഹ്മാൻ ചൗധരി അയാൾ ജയിലിലാണ്. അതേപോലെ ഫാറൂഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ആളും ജയിലിലാണ്. അയാൾക്ക് എന്തായാലും 0.2 മില്യൺ എങ്ങാണ്ടാണ് ഉള്ളത്. അപ്പോൾ അത്രയും എമൗണ്ടിന് വേണ്ടിയിട്ടാണ് ഈ കേസ് അവർ എടുക്കുന്നത്. അത് ആളിനെയും തിരിച്ചറിയണം, അതേപോലെ പൈസയും തിരിച്ചറിയണം എന്നാണ് UK ഒരു കേസ് ഇപ്പോൾ വീണ്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനെ ചൊല്ലിയൊക്കെ ഇവർ പിന്നെ UN കോർട്ടിൽ ഇവർ പിന്നെ സംസാരിച്ചിട്ടുണ്ട്. ആന്റോണിയോ ഗുട്ടറസുമായിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട് UN. പിന്നെ ഇവർ ഈ കേസുകളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ബംഗ്ലാദേശ് എന്നാണ് കേട്ടോ, അതാണ് അതിൻ്റെ ഒരു പിന്നെ ആ ഒരു കമ്മിറ്റിയുടെ പേര്. ആ ഒരു സംഘടന ത്രൂ ആണ് ഇവർ ഇതെല്ലാ പരിപാടികളും നടത്തുന്നത്, ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇവർ ഇപ്പം IMF ഇന്ന് ലോൺ കിട്ടുമെന്ന് പറഞ്ഞ് ഇവർ അമേരിക്കയിൽ മീറ്റ് ചെയ്ത്, ഈ അമേരിക്കയിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയാണ് ഈ ബംഗ്ലാദേശിൽ പുറകിലുണ്ടായ കലാപവും മണിപ്പൂരിൻ്റെ പുറകിൽ ആ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലുണ്ടായ കലാപവും എല്ലാം ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ സംഘടന. ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ബിൽ ക്ലിൻ്റൻ്റെയും ഹിലരി ക്ലിൻ്റൻ്റെയും അതുപോലെ ഇപ്പോഴത്തെ കമല ഹാരിസിനെയൊക്കെ ബാക്കപ്പ് ചെയ്യുന്ന ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ നടത്തുന്ന ഒരു സംഘടനയാണ്. അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എപ്പോഴും ഇവരുടെ ഇലക്ഷൻ ക്യാമ്പയിനിലൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ചരിത്രം തന്നെയുണ്ട് നോക്കാൻ, അതിലോട്ടല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഘടന അവരാണ് ഇതൊക്കെ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് US പോയിട്ട് ബിൽ ക്ലിൻ്റനെ പോയി ഡയറക്റ്റ് മീറ്റ് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ പുള്ളിക്ക് ഒരുങ്ങിയത്. അപ്പോൾ അവർ എന്തായാലും റെക്കമെൻഡ് ചെയ്താലും പിന്നെ IMF പൈസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ സിറ്റുവേഷൻസ് വെച്ചിട്ട് പൈസ കൊടുക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത് ഒരു വേൾഡ് ബാങ്കിൻ്റെ മുന്നിൽ പോയിരിക്കുകയാണ്. വേൾഡ് ബാങ്കും ഇതേ അവസ്ഥ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടൊരു വിരക്തിയിൽ വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ മൈനോറിറ്റീസ് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് പണി തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വന്ന ഈ ഒരു ബംഗളൂരിൽ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് പിടിക്കപ്പെട്ട 3 പേര്. ഇതേപോലെ കേരളത്തിൽ എത്ര ആൾക്കാരുണ്ട്, എത്ര ആൾക്കാർക്ക് പാസ്പോർട്ട് ഉണ്ട്, എത്ര ആൾക്കാർ ഫ്ലൈറ്റ് ട്രാവൽ നടത്തുന്നുണ്ട്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പിന്നെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഈ പണ്ട് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതേപോലത്തെ കേസുകളൊക്കെ നടന്നിട്ടുണ്ട്. അതിന് കർണാടകയിലുള്ള കുറച്ച് ഈ സംഘടനയിലുള്ള ആൾക്കാർ, ഇങ്ങനെ ഫണ്ടമെൻ്റലിസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാർ കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്തുകയും അതുപോലെ കൃത്യമായിട്ട് അതിന് നടപടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരെ തടയാം. ഇപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അതേപോലെ തന്നെ NRC കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സെൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ്, സെൻസസ് എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ഉടനെ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഡൗട്ടുള്ളത്. കേരളത്തിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എന്തായാലും വരും കാലങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു പിന്നെ യഥാർത്ഥ അറിയിപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽ ആഴങ്ങളിലുള്ള പരിശോധനയിൽ പോകുമ്പോഴത്തേക്കും ഈ ബംഗളൂരിൽ പിടിക്കപ്പെട്ട ആൾക്കാർക്ക് ഫേക്ക് പാസ്പോർട്ട് ഉണ്ടെന്നാണ് കേട്ടത് കേട്ടോ. പാസ്പോർട്ട് ഉണ്ട്, അവർ ഇന്ത്യൻ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അവർ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവിടെ ബിസിനസ് ബാംഗ്ലൂരിൽ.
ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ പാസ്പോർട്ടേ ഫോർജറി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ആധാർ കാർഡൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ ബംഗ്ലാദേശിൽ വന്നിട്ട് ഇവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഈ സംഘടനയിലും ഈ സെയിം മൂല്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർ നിരുപാധികം ഇവരെ സഹായിച്ചു കഴിഞ്ഞാൽ ഇവർ നാട്ടിൽ വന്ന് 10 വർഷമായിട്ടൊക്കെ ജീവിക്കുന്നത് ഇന്ത്യക്കകത്ത്. ഇവ എവിടെയെങ്കിലും പൊട്ടിത്തെറിച്ച ആരാണ് ഉത്തരവാദി? ഇത് ഇൻ്റലിജൻസ് വീഴ്ച തന്നെയാണ്, അതിലൊന്നും വേറെ യാതൊന്നും പറയാനില്ല. പക്ഷേ ഇങ്ങനെ സാധാരണക്കാരായിട്ട് വന്നിങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അത് അത്ര വലിയ കാര്യമായിട്ട് കരുതിയിട്ടില്ല ഇത്രയും നാളായിട്ട്. പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഈ വിഷയം രൂക്ഷമാകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ കർശനമായ പരിശോധന നടക്കട്ടെ. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വരാം. അപ്പോൾ തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.